ബിരിയാണി ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാകില്ല അല്ലേ? കല്യാണത്തിനാവട്ടെ പെരുന്നാളിനാവട്ടെ ഒരു പ്ലേറ്റ് ബിരിയാണി കഴിച്ചാൽ മനസ്സിലേക്ക് വരുന്ന സന്തോഷം വേറെ തന്നെയാണ്. എന്നാൽ ഈ രുചികരമായ വിഭവം എവിടെ നിന്ന് വന്നു, എങ്ങനെ ലോകം മുഴുവൻ പ്രിയങ്കരമായി മാറിയെന്ന് നിങ്ങൾക്കറിയാമോ? ഹേയ്, എല്ലാവർക്കും നമസ്കാരം. കൗതുകം നിറഞ്ഞ അറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേർഷ്യൻ ഭാഷയിലെ ബിരിയാൻ എന്ന വാക്കിൽ നിന്നാണ് ബിരിയാണി വന്നത്. പാചകം ചെയ്യുന്നതിന് മുൻപ് വറുത്തത് എന്നാണ് ഇതിനർത്ഥം. പേർഷ്യയിൽ പുലാവ് അല്ലെങ്കിൽ പിലാഫ് എന്നറിയപ്പെടുന്ന സമാനമായ വിഭവങ്ങൾ നിലവിലുണ്ടായിരുന്നു. കച്ചവടക്കാർ, സഞ്ചാരികൾ, സൈനികർ എന്നിവരിലൂടെ ഈ വിഭവം ഇന്ത്യയിലേക്ക് എത്തിയെന്നാണ് ഒരു സിദ്ധാന്തം. എന്നാൽ ഇന്ത്യയിൽ മുഗളർ വരുന്നതിന് മുൻപ് തന്നെ അരിയും മാംസവും ചേർത്തുള്ള വിഭവങ്ങൾ ഉണ്ടായിരുന്നെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. തമിഴ് സാഹിത്യത്തിൽ പരാമർശിക്കുന്ന ഊൺ സോറ് ഒരു ഉദാഹരണം. ബിരിയാണിയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് മുഗൾ സാമ്രാജ്യമാണ്. മുഗൾ ചക്രവർത്തിമാർക്ക് ഭക്ഷണത്തോടും പാചകത്തോടും വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. അവർ പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കുകയും നിലവിലുള്ളവ മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഷാജഹാൻ ചക്രവർത്തിയുടെ രാജ്ഞിയായ മുംതാസ് മഹലിന്റെ പേരിൽ ഒരു കഥയുണ്ട്. സൈനികരുടെ പോഷകാഹാരക്കുറവ് കണ്ടപ്പോൾ അവർക്ക് മാംസവും അരിയും സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്ത് ഒരു പോഷകസമൃദ്ധമായ വിഭവമുണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അതാണ് ഇന്നത്തെ ബിരിയാണിയുടെ ഒരു രൂപമെന്നാണ് പറയപ്പെടുന്നത്. മുഗൾ സാമ്രാജ്യത്തിലൂടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ബിരിയാണി എത്തിയപ്പോൾ ഓരോ പ്രദേശത്തെയും അഭിരുചികൾക്കും ലഭ്യമായ ചേരുവകൾക്കും അനുസരിച്ച് അതിന് മാറ്റങ്ങൾ വന്നു. അങ്ങനെയാണ് നമുക്കിന്ന് കാണുന്ന ഒട്ടനവധി ബിരിയാണി വൈവിധ്യങ്ങളുണ്ടായത്. ഹൈദരാബാദി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, കൊൽക്കത്ത ബിരിയാണി എന്നിങ്ങനെ നിരവധി വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സാധാരണ വിഭവത്തിൽ നിന്ന് തുടങ്ങി ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് ലോകം കീഴടക്കിയ ഒരു രാജകീയ വിഭവമാണ് ബിരിയാണി. ഓരോ ബിരിയാണിയിലും അതിൻ്റെ തനത് കഥകളും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണ്? കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഇത്തരം രസകരമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.